ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന മോൾ ഓഫ് ഖത്തറിലാട്ടോ. ഞങ്ങൾ അവിടെ കാർ പാർക്ക് ചെയ്ത് അതിനുള്ളിൽ കയറുന്ന സമയത്ത് കുറെ വള്ളങ്ങൾ കണ്ടിട്ടോ. ഇതാണ് ഞങ്ങൾ അങ്ങോട്ട് പോണ സ്ഥലം. പോണ വഴിക്ക് ഞാൻ കാറൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു കുഞ്ഞെ പേപ്പർ കിട്ടി. അപ്പം അതോടെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഉണ്ടാക്കി. ചോദിച്ചാണെങ്കിൽ അവിടെ ജനാലിക്കൂടെ വഴി നോക്കി. പപ്പാണെങ്കിൽ കാർ ഓടിക്കാൻ ബാധിക്കാണെങ്കിൽ വീഡിയോ എടുക്കണ്ടാന്ന്. അപ്പം ഞങ്ങളെല്ലാവരും വേറെ വേറെ പണിയിലാന്ന് കാറിൽ. ഞങ്ങളെ റൂമിൽ നിന്ന് കുറേ ദൂരമുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. കാർ പാർക്കിങ് ചെയ്തിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് നേരെ നോക്കിയാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ ഒരു വള്ളമുണ്ട്. അപ്പം ചോദിച്ചെന്താ പപ്പയുടെ കൈ പിടിച്ചിട്ട് നടക്കണ്ടാന്ന് കേട്ടോ. ഞാനാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ കാറിൻ്റെ നമ്പറൊക്കെ നോക്കി. പിന്നെന്താ എത്ര കാറുകൾ നടുക്കിലാണ് എൻ്റെ പപ്പയുടെ കാറ് എന്നൊക്കെ നോക്കി നടന്നുണ്ടാന്ന് കേട്ടോ. എന്നിട്ട് ഞാൻ ആ നമ്പറൊക്കെ എണ്ണി കഴിഞ്ഞിട്ടോ അങ്ങോട്ട് വള്ളം കണ്ടപ്പോൾ ഒരൊറ്റ ഓട്ടം. എനിക്കും ചോദിച്ചോക്കും വള്ളം കണ്ട നല്ല ഇഷ്ടമാണ്. അത് ഞങ്ങൾ എപ്പോഴും എവിടെയൊക്കെ വെള്ളമുണ്ട് അവിടെയൊക്കെ വെള്ളത്തിൽ കളിക്കും. അതാണ്. പിന്നെ ഞാനാണെങ്കിൽ വെള്ളം കണ്ടപ്പോൾ അങ്ങോട്ട് ഓടി. പിന്നെ കുറേ നേരം വെള്ളത്തിൽ കളിച്ചിട്ടാണ് ഉള്ളിൽ കയറിയത്. പിന്നെ ഞാൻ അതിൻ്റെ മേലെ കയറുന്ന സമയത്ത് ചോദിച്ചാണെങ്കിൽ അവിടെ വന്നിട്ട് വെള്ളത്തിൽ കളിക്കണ്ടാന്ന്. പുറമെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഗായ്സ്. നമുക്കെന്നാലും ഉള്ളിൽ നോക്കിയാലോ. ഞാനാണെങ്കിൽ എക്സൈറ്റഡ് ആണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ ഗായ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടെ കുറേ കുക്ക് വെള്ളത്തിന് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറേ ചെടികൾ ഇങ്ങനെ പരുത്തി നല്ല രസത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പൂട്ടി വെച്ചിട്ടുണ്ട്, അവർക്ക് അടിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ജില്ല് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് നോക്കാനും പാടില്ല, ചാടാനൊന്നും പാടിയില്ല കുട്ടികൾ. അപ്പം ഞങ്ങളൊന്ന് കുറേ നേരം അവിടെ നിന്നിട്ട് കണ്ടിട്ട് പോയി. ഞാനാണെങ്കിൽ സ്റ്റൈലായിട്ട് പോക്കറ്റ് കൈയൊക്കെ ഇട്ട് നടക്കണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ തെങ്ങ് കിടക്കുന്നു. ചോദിച്ചാണെങ്കിൽ ഓടിപ്പോണ്ടാന്ന് കേട്ടോ. ചോദിച്ചെന്താ എസ്കലേറ്ററിൽ കയറി പോവാനില്ല പണിയാണ്. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ നേരെ അങ്ങോട്ട് പോകുന്നു. ചോദിച്ചാണെങ്കിൽ എസ്കലേറ്ററിൽ പോകുന്നു. കാണാനൊക്കെ നല്ല അടിപൊളിയില്ലേ മാള. എന്നിട്ട് നല്ല രസമല്ല മാളാണ്. നന്നായി ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഞാനാണെങ്കിൽ അതിനുള്ളിൽ ഓടിക്കേറി പോണ സമയത്ത് ഗായ്സ് അവിടെ വള്ളങ്ങൾ പുറത്തുണ്ട് വെള്ളം, അകത്തുണ്ട് വെള്ളം. എനിക്ക് തോന്നുന്നു ഇനിയുണ്ട് വെള്ളം എന്ന്. നമുക്കൊന്ന് നോക്കാട്ടോ ഗായ്സ്. ഞാനാണെങ്കിൽ പോക്കറ്റ് കൈയിട്ട് നടക്കണ സമയത്ത് നെക്ലേസ് കണ്ടു. നെക്ലേസ്, റിങ്, പിന്നെന്താ കൈമൊക്കെ ഇടാൻ പറ്റണ കൈച്ചേന് കുറേ ഉണ്ട്. പിന്നെ കമ്മലി, മാല ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഡ്രസ്സിൻ്റെ സ്ഥലത്ത് പോയി ഡ്രസ്സ് പിക്ക് ചെയ്ത് എന്നിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിച്ച്. അതൊന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ഡ്രസ്സ് കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് എനിക്ക് നല്ല ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. കുറേ ഗേൾസിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എന്തൊട്ടാന്നറിയത് നിങ്ങൾ കണ്ടപ്പോൾ എന്നെ മനസ്സിലായി. അത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഗായ്. എനിക്ക് നല്ല പിന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നടന്നപ്പോൾ കുറേ പുല്ലും ചെടിയും കുറേ ഉണ്ട്. പിന്നെ വന്ന് നോക്കുമ്പോൾ ഒരു കാറ് കണ്ടു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ സോങ് ഉണ്ട് അവിടെ. പിന്നെ നോക്കുമ്പോൾ കാറിൻ്റെ സൈഡിലൊക്കെ വെള്ളം. എനിക്ക് എപ്പോഴേ തോന്നി അവിടെ വെള്ളം ഉണ്ടാവുന്നു. നല്ല ഡെക്കറേഷനിലാട്ടോ അവരൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പോയത് പകലാണ്. നൈറ്റ് കാണാൻ നല്ല രസം ഉണ്ടാവുക. നൈറ്റ് ഇങ്ങനെ ലൈറ്റുകളൊക്കെ
നന്നായി നല്ല രസത്തിൽ കത്തുമ്പോൾ ഒരു വൈബ് ഉണ്ട്, അത് പൊള്ളിക്കും ഗൈസ്. ചൂച്ചാണെങ്കിൽ നല്ല കുട്ടിയായിട്ട് അവിടെ നിന്നിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊട്ടാണ് അവനെ നോക്കണത്, ആ കാറ് അവൻ്റെ കയ്യിലുണ്ടെങ്കിലില്ലേ ആ കറുപ്പ് രസം ഉണ്ടാവുന്നൊക്കെ ആലോചിച്ച് നോക്കുകയാണ്. അവന് വേറെ ഏതോ സ്ഥലത്താണ്. അവിടെ നോക്കുമ്പോൾ എന്താ ഗൈസ് എന്ന് കാണാന്നറിയോ, 4 സൈഡും നോക്കുകയാണെങ്കിലും ചെടികളാണ് കാണുന്നത്. എനിക്കിതൊക്കെ കണ്ടിട്ട് തോന്നുന്നത് പ്ലാസ്റ്റിക് ആണ്. ഇത്ര ചെടികൾ അവൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ, അതും ഈ കത്തുന്നു. അപ്പം ഭരിക്കുമ്പോൾ അപ്പാണെങ്കിൽ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും ചോദിച്ചു അവിടെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ വെള്ളം താഴെ പോയി മേലെ വരും, താഴെ പോയി മേലെ വരും, അങ്ങനെ കളിക്കണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ നോക്കി നടക്കണ്ടായിരുന്നു. അതേ നടുക്കി തരും, പിന്നെ അത് വരും. വലിക്കാണെങ്കിൽ നേരെ വേഗം പോയിട്ടാണ്. ഞാൻ ചോദിച്ചാണെങ്കിൽ അത് നോക്കിയിട്ട് ഇതുപോലെ നടക്കണ്ടായിരുന്നു. നമ്മളെ നാട്ടിലല്ലേ ഇതുപോലത്തെ ചെടിയൊക്കെ ഉള്ളത്. നമ്മളെ നാട്ടിലത്തെ ചെടി കാണുമ്പോൾ ഒരേ രസം പോലൊന്നും തോന്നില്ല കേട്ടാ. പിന്നെ നോക്കുമ്പോൾ ഫ്ലവേഴ്സും ചെടിയും, എവിടെ നോക്കിയാലും ചെടിയും ഫ്ലവറും, പിന്നെ വെള്ളം കാറും. അതുപോലെയാണ് ഖത്തറിലെ ആൾക്കാരൊക്കെ ഇത് വാങ്ങിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കണേ. നമ്മളെ നാട്ടിൽ അവരതെന്താ ഉണ്ടാക്കണേ. നമുക്ക് എന്തായാലും അവിടുത്തെ എല്ലാ സാധനങ്ങളൊക്കെ ചുറ്റിക്കടങ്ങിട്ട് കണ്ടിട്ട് വരാം. ചോദിച്ചാണെങ്കിൽ അവിടെ നിന്ന് നല്ല ഓട്ടം ഓടിയിട്ട ഗൈസ്. എന്തിനാന്നറിയാം നിങ്ങൾക്ക്, അവനൊക്കെ എസ്കലേറ്ററിൽ കയറാൻ തന്നെ, അതാണ് ഒന്നിനും അല്ല. പിന്നെ ഇതൊക്കെ പപ്പയാണ് കേട്ടോ വീഡിയോ എടുക്കണ. ബലിക്ക് വേഗം പോയി മേലത്ത് കാണണ്ടേ നമുക്കിനി. അപ്പം ഞങ്ങൾ എസ്കലേറ്റർ കയറാൻ പോയി. കയറി ചോദിച്ചാൽ നല്ല ഹാപ്പി ആയിട്ടോ അത് കയറിയിട്ട്. പിന്നെ നോക്കുമ്പോൾ ഗായ്സ് നിങ്ങൾ കണ്ട കുറേ കാറ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ ചോദിച്ചാണെങ്കിൽ കാറ് കൊതിയനല്ലേ, അവ ജോജക്കത്തേൽ കയറി കളിച്ച്. ഞാനാണെങ്കിൽ ഓടിപ്പോയിട്ട് എന്താ ചെയ്തതെന്നറിയോ, എന്തെങ്കിലുമൊക്കെ ഇരുന്നറിയോ ഇതുപോലത്തെ സാധനം കണ്ട്. അപ്പം ഞാനത് കണ്ണീൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഗെയിമൊക്കെ കളിച്ചു. ചൂച്ചാണെങ്കിൽ ഞാൻ കയറിയത് കണ്ടപ്പോഴെന്താ ചൂച്ചും കയറിയിട്ടോ. ചൂച്ചും കയറാനൊന്നും പറ്റണ്ടായിരുന്നില്ല, നമ്മളവിടെ പിടിക്കണം. നല്ല പേരുണ്ടായിരുന്നു എനിക്കത് ചെയ്യുമ്പോൾ. പിന്നെ ഞാനെന്താ ഗെയിമൊക്കെ കളിച്ചിട്ടു. ഇങ്ങനെ ഗെയിം കളിച്ച് പോയിട്ട് ഞാൻ അവിടെ ഡൈസ് കണ്ട്. ഡൈസല്ലേ എന്തുട്ടും ഉണ്ട്, എന്തുട്ടെന്ന് മനസ്സിലായില്ല. അപ്പം ഞാനും ചോദിച്ചാണെങ്കിൽ അത് കളിച്ച് ആ ഗെയിം കഴിഞ്ഞപ്പം ഞങ്ങൾ പോയി വേറെ ഗെയിം കളിക്കാൻ നിന്ന്. പിന്നെ ഞാനെന്തൊരു മോസ്റ്റ് ട്രക്ക് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൽ കയറി കുറേ കളിച്ച് ഇറങ്ങി. പിന്നെ ചൂച്ചും കളിച്ച് ഇറങ്ങി. ഇപ്പം വലിക്കാണ് കേട്ടോ വീഡിയോ എടുക്കണത്. കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്താ വെച്ചാൽ പപ്പ അതിൽ പെട്ടില്ലേ, പപ്പ എന്നല്ലോ ചൂച്ചുവിന് കയറ്റിയത്. പിന്നെ ഞാനാണെങ്കിൽ ഓടിക്കേറി ദാനൻ്റെ മേലെ. അപ്പം അവിടെ ഒരു ബെൽറ്റ് കണ്ടിട്ടോ ഗ്യാസ്. അപ്പം ഞാൻ ആ ബെൽറ്റ് ഇട്ട് എന്നിട്ട് ഇങ്ങനെ കുറേ ഫോട്ടോസും പിന്നെ അത് പ്ലേയും ചെയ്തിട്ടോ. അത് നല്ല പൊക്കത്ത് ചൂച്ചുവിനെ കാണുമ്പോൾ ഒരു കുട്ടിയുടെ പോലെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് ചൂച്ചു വേറെ സ്ഥലത്താണ്. പിന്നെ ചൂച്ച് കയറാൻ വന്ന സമയത്ത് ഞാൻ വേണ്ട ചൂച്ചു എന്ന് പറഞ്ഞ്. അപ്പം ചൂച്ച് എൻ്റെ ആനല്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേലെ കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കുറേ അവിടെ നിന്നിട്ട് കളിച്ചിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്.
ആ സമയത്താണെങ്കിൽ അവര് പോണ സമയത്ത് എനിക്ക് ഇറങ്ങാൻ പറ്റണില്ല. ബെൽറ്റിനാ കുടുങ്ങി. എന്നിട്ട് ഇങ്ങനൊക്കെ അതിന്റെ മേലെ എണീച്ച് നിന്നിട്ട് പോന്നു. എൻ്റെ സംസാരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഗായ്സ്? പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ എന്തായാലും എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫുൾ കമൻ്റ് ഇടണട്ടോ. ഒരാൾ പോലും കമൻ്റ് ഇടാണ്ട് വെക്കണ്ട. പിന്നെ എല്ലാവരും എന്തായാലും എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഖത്തറിലത്തെ ഫ്രണ്ട്, എൻ്റെ സ്കൂളിലത്തെ ഫ്രണ്ടൊക്കെ എൻ്റെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെ എൻ്റെ വീഡിയോ എപ്പോഴും കാണണം കേട്ടോ. ഷെയർ ചെയ്തോളെ. എല്ലാവരും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗൈസ് എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയാലില്ലേ എന്താ നിങ്ങൾക്ക് ഞാൻ ഗിവ് അവേ തന്നതാവും കേട്ടോ. പിന്നെ എല്ലാവരും എൻ്റെ ഖത്തറിലത്തെ ഫ്രണ്ട്സൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണേ. പിന്നെ എൻ്റെ നാട്ടിലത്തെ ഫ്രണ്ട്സും നിങ്ങളെ കസിൻസും പിന്നെ എൻ്റെ ബ്രദേഴ്സിനൊക്കെ അയച്ചു കൊടുക്കട്ടോ. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ എന്താ നിങ്ങളെ ഫാമിലിത്തെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ. പിന്നെ കസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോ. എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ അവരൊക്കെ എടുത്ത് പറയണം എന്താ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. എന്നാലാണ് എന്താ എനിക്ക് ഇങ്ങനെ ഗിവ് അവേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ കുറേ ആക്ടിവിറ്റി വീഡിയോസൊക്കെ ഇടും കേട്ടോ. ഞാൻ എന്ത് ചെയ്തെന്നറിയോ? നിങ്ങൾക്ക് ആ ബൈക്ക് നല്ല സ്പീഡിൽ ഗെയിം കളിച്ച് എന്നിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഗായ്സ്. കിഡ്സിനൊക്കെ ഇങ്ങോട്ട് വന്ന് നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ കുറേ ബൈക്കിൽ കയറി കളിച്ചിട്ട് ഗൈസ് എനിക്ക് നല്ല ഉഷാറാണ് ഇങ്ങോട്ട് പോകുമ്പോ. പിന്നെ ഞാൻ എന്താ കാറിൽ കളിച്ച് ഇറങ്ങി. പിന്നെ ബലിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് ഞാൻ എന്താ ഇവരൊക്കെ എന്തിട്ട് കളിക്കണേന്ന് നോക്കണ്ടെന്ന്. പിന്നെ ഞാനൊരു ഗുഹേൻ്റെ ഉള്ളിലുള്ള പോലത്തെ ഒരു ഗെയിമേ കളിച്ച്. ഞാൻ പപ്പൻ്റെ അടുത്ത് ഖത്തറിൽ വന്ന കുറേ ദിവസമായി പറയുന്നത്. എന്തുട്ടാന്നറിയോ? മാൾ ഓഫ് ഖത്തറിൽ വരുന്നു എത്ര വട്ടം പറഞ്ഞെന്നറിയോ? അപ്പം ഇപ്പോഴാണ് കൊണ്ടുവരുന്നത്. എന്താ അന്നത്തെ കുറച്ച് ദിവസം എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു എന്താ മാൾ ഓഫ് ഖത്തറിൽ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് മാത്രം വരാൻ പറ്റിയില്ല. ബാക്കി എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടോ. ഖത്തറിൽ വന്നിട്ട് മാൾ ഓഫ് ഖത്തറിൽ വന്നിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ ഗായ്സ്. ഖത്തറിനില്ല ഒരു മാളിൽ ഞാൻ പോയിട്ടില്ല. കിഡ്സിലൊക്കെ വന്നാലും നന്നായി അടിപൊളിയായിട്ട് കളിക്കാനൊക്കെ പറ്റൂട്ടോ. അത്ര ഡിസൈഡും പിന്നെന്താ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു അവിടെ.
ഗൈസ് അടിയിൽ മാത്രമല്ല കേട്ടോ, കാണാനും കളിക്കാനൊക്കെ മേലെ ഉണ്ട്. അതുകൊണ്ട് ഞാനും ഭരിക്കും മേലെ പോയി. ചൂച്ചും പപ്പയാണെങ്കിൽ താഴെ നന്നായിട്ട് കുറേ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും വലിക്കുകയാണെങ്കിൽ മേലെ പോയിട്ട് കളിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കുന്നു. ചൂച്ചും പപ്പയും താഴെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനെന്താ അതിൻ്റെ മേലെ കയറിയിട്ട് കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യണത്. അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. എനിക്ക് അത്ര വേറെ നാട്ടിലത്തെ പിന്നെ വേറെ നാട്ടിലത്തെ കളിക്കാർ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇങ്ങോട്ടൊക്കെ ലൊക്കേഷൻ നോക്കിയിട്ട് വരണം കേട്ടോ. ഞാനിതിൽ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറേ സ്ഥലത്ത് പോയത്. അപ്പം അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യണത്. ഇത് നോക്ക് കാഴ്ച, ഇവിടെ പെയിന്റിങ് ഉണ്ടെന്ന് തോന്നട്ടാ. എന്താ അങ്ങനെ കുറേ ഗെയിംസ് കണ്ടിട്ട് കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതാണ്. ഫ്രീ ഒന്നുമല്ല, കളിക്കാൻ നമുക്ക് എന്തായാലും പറ്റും. ഞാൻ മേലെ നട്ട് താഴെ നോക്കുന്നു. ഞാൻ ആദ്യം പപ്പൻ്റെ അടുത്ത് താഴെ എന്ന് പറയും. അപ്പോൾ താഴെ പോകണം, മേലെ പോകണം എന്ന്. അപ്പോൾ പപ്പ പറയും മേലെ പോവാന്ന്. അപ്പം ഞങ്ങൾ മേലെ പോവും. അപ്പോൾ ഞാൻ പറയും പപ്പ താഴെ പോകണമെന്ന്. അപ്പോൾ പപ്പ പറയും താഴെ പോവുക. അപ്പോൾ ഞാൻ വീണ്ടും പറയും മേലെ പോകണമെന്ന്. ഞാൻ മേലെ പോവുക താഴെ പോവുക. അതുപോലെ ഇട്ട് ഞാൻ കളിക്കുക. പിന്നെ ഞങ്ങൾ ഒട്ടകത്തിൻ്റെ മേലെ കയറി. ഒട്ടകം മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ സ്ഥലത്തൊക്കെ എന്താ കുതിരയും ഒട്ടകവും ഒക്കെ ഉണ്ട്. നല്ല ഹൈറ്റിൽ ഒട്ടകയെന്ന്, അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഹൈറ്റിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്നിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഇതിന് മേലെ നിന്ന് ഇറങ്ങാനും മേലെ കയറാനാണ് നല്ല പാട്. ഏത് മാളിൽ ചെന്നാലും കാണാം ഒട്ടകം. എങ്ങനെ ഒട്ടകം വന്നെന്നറിയോ? ഒരു ദിവസം ഞങ്ങളെന്താ പോയിന്ന് ഒട്ടകത്തിനെ കണ്ടു. അപ്പോൾ തൊട്ടിട്ട് എങ്ങോട്ട് പോണേ അവിടെ ഒട്ടകമുണ്ട്. എപ്പോൾ നോക്കിയാലും ഒട്ടകം അങ്ങനെയാണ് അവിടെ. നമ്മൾ ഈ ട്രെയിനിന് കാശ് കൊടുത്താൽ എന്താ ഇവിടെ ഈ കത്രമാൾ ഫുള്ള് നമുക്ക് ചുറ്റിക്കറങ്ങി കാണിച്ചു തരും കേട്ടോ. ഞാനാണെങ്കിൽ ആ സമയത്ത് ക്യാൻറ്റീയുടെ സ്ഥലത്ത് പോയിട്ട് ക്യാൻറ്റി ഒക്കെ തിന്നാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളെന്ന മോളിത്തെ കണ്ടിട്ട് താഴെ കിഴങ്ങാൻ പോകണം കേട്ടോ.
ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ നേരം നിന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഇവർ പോയിക്കോ പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പരിക്കും ചൂച്ചും പപ്പയും പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം പപ്പയും ചൂച്ചും വേഗം പോയി സെക്കൻഡ് ബലിക്ക് പോയി. ആ സമയത്താണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കുറേ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണ സമയത്ത് ഒരു പെണ്ണൊക്കെ വന്നിട്ട് അതിനെ മേലൊക്കെ വന്ന് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. പപ്പ ആണെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്തൊക്കെ ബലിക്കും പപ്പ എന്നെ വെയിറ്റ് ചെയ്ത്. ആ സമയത്ത് ഒരു പെണ്ണും ചെക്കനൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒറ്റക്കണിങ്ങി വന്നിട്ട് ഞാൻ അതിൻ്റെ മേലൊക്കെ അവിടെ നിന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് എൻ്റെ കാറിൻ്റെ സ്ഥലത്ത് പോവുകയാണ് കേട്ടോ. എനിക്ക് സ്കൂൾ ബാഗ് ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ വാങ്ങിക്കാൻ തോന്നി ഗായ്സ്. എന്നിട്ട് അവരെനിക്ക് വാങ്ങി തന്നില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പറയണം അവരടുത്ത് എനിക്ക് വാങ്ങി തരുമെന്ന്. പിന്നെ അവരെന്താ ഈ സാധനത്തിൽ കളിക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. ഞങ്ങൾ ഡ്രസ്സ് നോക്കാനാട്ടോ പോണത്. ഇതെന്താ ഏറ്റവും വില കുറഞ്ഞ ഡ്രസ്സുകളാട്ടോ. ഞാനാണെങ്കിൽ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചേ. ഇവിടെ നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ വലിയ ഡ്രസ്സിനൊക്കെ 30 റിയാലുള്ള, കുട്ടികളുടെ ഡ്രസ്സിനാണെങ്കിൽ 10 റിയാലുള്ളൂ. പിന്നെ അവിടെ നല്ല ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാനിത് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുള്ളോട്ടെ, നിങ്ങൾക്കൊരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ പറയണത്. പിന്നെ കുട്ടികൾക്ക് പറ്റിയ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ എന്തായാലും കുട്ടികൾക്ക് ഡ്രസ്സ് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് വാങ്ങിച്ചാൽ മതിയിട്ട്. പിന്നെ ഞാനത് കുഞ്ഞേ ട്രോളികളൊക്കെ തിരഞ്ഞ് നോക്കി വാങ്ങിക്കാനൊക്കെ നോക്കി. എന്നാലും അവർ വാങ്ങിച്ചു തന്നില്ല. പിന്നെ ഞങ്ങൾ നടന്ന് പോയിട്ട് തെങ്ങ് കണ്ട് 2 തെങ്ങ് കണ്ടു. അപ്പം ഞാനെന്താ ഇവരെ ഫോട്ടോ എടുക്കണ്ടെന്ന് കേട്ടോ. ചോദിച്ചാണെങ്കിൽ വേറെ സ്ഥലത്ത് നോക്കിയാണ്. പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഫോട്ടോസ് അവരെടുത്തിട്ട് ഞാൻ നടക്കുന്നു. പിന്നെ പപ്പനെ കൈ പിടിച്ചിട്ട് എന്നിട്ടൊക്കെ പറഞ്ഞ് നടക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകണം കേട്ടോ ഗൈസ്. ആ കുക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് തിരിച്ചു പോണേ സ്ഥലമെന്ന്. പിന്നെ അവിടെ കുറേ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിലൊക്കെ പോയിട്ട് അവിടെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ബലിക്കാണെങ്കിലോ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ വരണില്ല. അങ്ങനെ അവിടുന്ന് ഒറ്റ ഓടി വന്നിട്ട് വെള്ളത്തിൽ കളിച്ച്. അപ്പം
എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ തരുന്നുണ്ട് കേട്ടോ. അതൊന്നും മറക്കല്ലേ. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ഞാൻ തൊട്ട് കളിച്ചെന്ന് പറഞ്ഞില്ലേ വെള്ളം, അത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അത് ചൂടാണോ തണുപ്പാണോ, എനിക്ക് സാധാ വെള്ളമാണോ. അത് നല്ല തണുത്ത വെള്ളമാണ്. പിന്നെ ഞങ്ങൾ എന്താ കാറിൽ കയറിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു കുഞ്ഞി വീഡിയോ ആണ് ഇട്ടേക്കണത്. അപ്പം എന്താ ഞങ്ങൾ തിരിച്ച് പോണ വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. ഞങ്ങൾക്ക് കുറേ ദൂരം വേണം ഞങ്ങൾ റൂമിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ ദൂരെ പോണ സമയത്ത് എന്നെ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു മെട്രോ ട്രെയിൻ കണ്ടിട്ടോ. അതിന് മേലെ കുറേ മെട്രോ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. അകത്ത് നിന്ന് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ ഒരു മെട്രോ ട്രെയിൻ പോണത്. ആദ്യം അങ്ങോട്ട് പോവാം, പിന്നെ ഇങ്ങോട്ട് പോകാൻ നിങ്ങൾ കണ്ടില്ല 2 മെട്രോ ട്രെയിന്. ഇനി നിങ്ങൾക്ക് മെട്രോ ട്രെയിനിലാണെങ്കിൽ വരണമെങ്കിൽ എന്താ മോൾ ഓഫ് ഖത്തറിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ സ്റ്റേഷന്. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.